ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശിവരാത്രി നാളിലും വടക്കുനാഥപ്പന് വന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം നമുക്കും ഉണ്ടായി. എല്ലാ വർഷവും ഇങ്ങനെ വന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ നൽകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയില്ലേ, വടക്കുനാഥ മുറ്റത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ മൺതരികളിലൊന്ന് ചവിട്ടിയാൽ പോലും നമുക്കുള്ള കഴിഞ്ഞ ജന്മത്തിൽ, അതായത് ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം വർദ്ധിക്കുന്നു എന്നാണ്. അതുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം അല്ലാതെ ഇത്രയധികം ജനങ്ങൾ ഈ വടക്കുനാഥപ്പനെ ഈ സമയത്തും, അതായത് 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ സമയത്ത് എത്ര ജനങ്ങളിങ്ങനെ ഒഴുകി ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് എത്തില്ലായിരുന്നല്ലോ. അതാണല്ലോ ശിവരാത്രി നാളിൻ്റെ പുണ്യം. അങ്ങനെ ഞങ്ങൾ നേരെ അശോകേശ്വരത്താണ് കേട്ടോ എത്തിയത്. ശബളമായിട്ടിങ്ങനെ വർണ്ണാലങ്കാരങ്ങളോടിങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ അശോകേശ്വരം നിൽക്കുകയാണ്. അപ്പോൾ ഈ മൂപ്പരോടൊന്ന് നമ്മൾ അനുവാദം ചോദിക്കാതെ എങ്ങനെയാണ് അശോകേശ്വരത്ത് കിടക്കാല്ലേ? നമ്മുടെ നന്ദികേശ്വരനോടെ ആളോടൊക്കെ അനുവാദമൊക്കെ ചോദിച്ചു, ഭഗവാനെ പോയി കണ്ടോട്ടെ ഞങ്ങളിന്ന്. അങ്ങനെ അവിടെയൊക്കെ അനുവാദമൊക്കെ കിട്ടിയതിന് ശേഷം അവിടെ പോയി തൊഴുത് ഭഗവാനോട് അനുഗ്രഹം എല്ലാം മേടിച്ച് പ്രദക്ഷിണൊക്കെ ചെയ്ത് നമ്മൾ നേരെ മിഥുനപ്പിള്ളിയിലേക്ക് എത്തി കേട്ടോ. മിഥുനപ്പള്ളിയും വളരെ അലങ്കരിച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ തിരക്കെല്ലാം കുറവായിരുന്നു. ഈ സമയമല്ലേ ആയിട്ടുള്ളൂ. നല്ല സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സക്കുടുംബം, അതായത് ശിവനും പാർവതിയും ഗണപതിയും നമ്മുടെ സുബ്രഹ്മണ്യനും എല്ലാം കൂടിയിട്ടുള്ള സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെയൊക്കെ തൊഴുത് പ്രദക്ഷിണമൊക്കെ ചെയ്ത് നേരെ നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് പ്രദക്ഷിണം ചെയ്ത്. ചുറ്റമ്പലത്തിനൊരു പ്രത്യേകത, ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ നാഗക്കാവിലൊക്കെ നാഗക്കാവിൽ തൊഴുത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ദുഷിപ്പും ഇല്ലാതെയാക്കി പോകുന്നതാണല്ലോ ഒരു വിശ്വാസം. അങ്ങനെ നാഗക്കാവിലൊരു ഭയങ്കര കനം കുറഞ്ഞ പോലെയാണ് നമ്മൾ. അങ്ങനെ നേരെ നമ്മൾ നടന്നു പോവാണ് കേട്ടോ. നമ്മുടെ മിഥുനപ്പിള്ളിയുടെ മനോഹാരിതയും ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോകുന്ന നേരത്തെ ആൽത്തറയിൽ ഒരു ശിവലിംഗത്തിലിങ്ങനെ ഗംഗാ നദി ഇങ്ങനെ ഒഴുകുന്നത് നോക്കി കുറച്ച് നേരം അങ്ങനെ നോക്കി അങ്ങ് നിന്നു കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ. അങ്ങനെ തിരിച്ച് മിഥുനപ്പിള്ളിയിൽ നിന്ന് തിരിച്ച് അങ്ങ് വീട്ടിലേക്ക് അങ്ങ് ഇറങ്ങാണ്. അതിൻ്റെ ഒന്നുകൂടെ തിരിഞ്ഞ് ഭഗവാനോട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് യാത്ര പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വടക്കുന്നാഥ മുറ്റത്ത് നമ്മുടെ തെക്കേ ഗോപുരനട കാണാതെ ഇറങ്ങി വരാം അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഞാൻ ഇവിടെ വന്നൊന്ന് ഇരുന്നിട്ടൊന്ന് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അമ്പലത്തിലൊക്കെ പോയി, വടക്കുന്നാഥനിൽ പോയി, അശോകേശ്വരത്ത് പോയി, മിഥുനപ്പിള്ളിയിൽ പോയി. നേരത്തെ പോയത് തന്നെ എന്താ വെച്ചാൽ തിരക്ക് നടടയ്ക്കും. ചില സമയത്ത് 1 മണിക്കൂറോളൊക്കെ നടടയ്ക്കും രാവിലെ. അപ്പോൾ ആ ഏട്ടനാണെങ്കിൽ ഇന്ന് ഓഫീസും ഉണ്ട്. അപ്പോൾ തിരക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വടക്കുന്നാഥനിലൊക്കെ പോയപ്പോൾ അത്രയും സമാധാനത്തോടു കൂടി തൊഴാൻ പറ്റി. ഇത്രയും നമുക്ക് അങ്ങനെ ഒരു തിരക്കുകളില്ലാതെ നമുക്ക് തൊഴാം. എല്ലാ അമ്പലത്തിലും നല്ല രീതിയിൽ തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ എന്താ പറയുക, വടക്കുന്നാഥൻ ഇത്രയും തിരക്കില്ലാതെ സമാധാനമായിട്ട് ശിവരാത്രി നാളിൽ അങ്ങനെ അധികം തൊഴുതിട്ടില്ല. കാരണം നമ്മൾ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആവാറുണ്ടായിരുന്നു. ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടൊക്കെ പോവാറ്. ഇപ്പോൾ ആ സമയത്ത് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്യൂ ഇല്ലാതെ നമ്മൾ സാധാരണ വടക്കുന്നാഥനിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് പോലെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാനായിട്ട് നമുക്ക് സാധിച്ചു. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ ഒത്തിരി നേരത്തെ എത്തി. നമ്മളൊരു 5:30 ആയപ്പോഴേക്ക് എത്തി. ഇനി 5:30 എത്തിയത് 5:30 ഇവിടെ എത്തിയപ്പോൾ 5:30 ആയി. അപ്പോൾ വാങ്ക് വിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു. പിന്നെ ആ കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് കുറച്ച് ശിവരാത്രിക്ക് ഉള്ള വിശേഷങ്ങളൊക്കെ പറയാലോ എന്നൊക്കെ ഞാൻ കരുതി. പണ്ട് എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ ശിവരാത്രിക്ക് വടക്കുന്നാഥനിൽ വരാം. അപ്പോൾ ഞങ്ങൾ തിരുവള്ളക്കാവിൽ, അച്ഛൻ്റെ വീട് തിരുവള്ളക്കാവിലാണ്. അപ്പോൾ തിരുവള്ളക്കാവിൽ നിന്ന് ബസ്സിൽ വടക്കുന്നാഥനിൽ വരും. അപ്പോൾ നല്ല ക്യൂ ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് എല്ലാ വർഷവും വടക്കുന്നാഥനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ ഒരു മസാല ദോശ നിർബന്ധമാണല്ലോ എന്ന് പറയണമല്ലോ. നല്ല കുട്ടികളും കൂടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ വിശക്കും ഞങ്ങൾക്ക്. അപ്പോൾ വ്രതം ഉണ്ടായി, അമ്മയ്ക്ക് വ്രതം ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, മസാല ദോശ വേണം എന്നൊക്കെ പറയാൻ വരെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മസാല ദോശ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഭാരതിയിൽ പോവും. ചിലപ്പോൾ അന്നപൂർണ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറും. അപ്പോൾ ഭാരതിയിൽ പോയിട്ടാണ് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിക്കുക. അപ്പോൾ ആ ഭാരതിലെ ഹോട്ടലിൽ പിന്നെ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വടക്കുന്നാഥനിൽ ശിവരാത്രിക്ക് തൊഴാൻ വരുന്ന പോലെയാണ് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ
വന്നിരുന്നത്. അപ്പോൾ അന്ന് നല്ല ക്യൂവിൽ നിൽക്കേണ്ടി വരും, കുറേ നേരം ക്യൂവിലൊക്കെ നിന്ന് തൊഴുത് വലയും കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾക്ക് അത് മനസ്സിലായത്. നേരത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നേരത്തോടെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. ഇപ്പം ഞാനിവിടെ വാങ്ക് വിളിച്ചു, അതുപോലെ പള്ളിയിൽ മണിയടിച്ചു, ഇപ്പം അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കണം, എല്ലാം ഒരു ശുഭമായിട്ട് നമുക്ക് ഇങ്ങനെയും പള്ളിയിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളൊരു ശുഭമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ വിളക്കൊളുത്തി, ഏട്ടനാണ് വിളക്കൊക്കെ കൊളുത്തിയത്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഏട്ടൻ നാമം ചൊല്ലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നമുക്ക് അറിയില്ലേ, നമ്മൾ ഈ നമുക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോവുക, അതുപോലെ തൊഴുക, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയൊരു മഞ്ഞ് വീഴുന്ന പോലെയാണ്. ഇന്ന് വടക്കുന്നാഥൻ എങ്ങനെയാണ് നമ്മളെപ്പോഴും വടക്കുന്നാഥനിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന നമ്മൾ ഇന്ന് കാണുക. ഇന്ന് ശരിക്കും നെയ്മലയാണല്ലോ ഈ വടക്കുന്നാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നെയ്മലയുടെ ഉള്ളിലാണ് വടക്കുന്നാഥൻ അങ്ങനെ നിറഞ്ഞിരിക്കുക. അങ്ങനെ നമുക്ക് വടക്കുന്നാഥനെ അങ്ങനെ കാണാൻ സാധിച്ചു. അപ്പം അതൊക്കെ നമുക്കൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ കാണുന്നത് തന്നെ എന്താണ് പറയല്ലേ, എന്താ പറയുക, നമുക്ക് അങ്ങനെ കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടാണല്ലോ നമ്മൾ വിശ്വാസമുള്ളവർക്ക് തോന്നുക. അപ്പം അങ്ങനെയും ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. പിന്നെ എന്താ പറയുക, നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി, നാമം ചൊല്ലാൻ പറ്റി, ധാരാളം അവിടെ നിന്ന് ജപിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു വടക്കുന്നാഥൻ്റെ ഉള്ളിൽ. പിന്നെ അതെന്ന് വെച്ചാൽ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല തിരക്കുണ്ടായ സമയത്ത് മാറിപ്പോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളോട് പറയാം. ഇപ്പം അങ്ങനെയൊന്നും പറയാണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് തൊഴാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ പറയാനുള്ളത് നമ്മുടെ കൂവളപ്പറ വയ്ക്കാനായിട്ട് സാധിച്ചു. നമ്മൾ കൂവളപ്പറയൊക്കെ വെച്ചു. കൂവളപ്പറ വെച്ച് അത് തൊഴുത് പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ വന്നത്. അതും ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു, കൂവളപ്പറ വയ്ക്കാൻ സാധിച്ചതൊക്കെ. പിന്നെ എന്താ പറയുക, പറകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വൈകിട്ടത്തേക്ക് ആകുമ്പോഴേക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് പറകൾ. അതൊക്കെ ഇനി വൈകിട്ടാകുമ്പോഴാണ് അതൊക്കെ നിറഞ്ഞ് ഇരുന്ന് ലൈറ്റ്സോടും അലങ്കാരങ്ങളോടൊക്കെ കൂടി മാലകൾ ഇനിയൊക്കെ ഇപ്പോഴാണ് ഇനി മാലയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വടക്കുന്നാഥനങ്ങ് അലങ്കരിക്കും വൈകിട്ടത്തെ. എല്ലാവരും നമഃശിവായൊക്കെ ചൊല്ലി ഇരിക്കൂ, സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കൂ, സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ വേണ്ടി കൃഷ്ണനോട് പ്രാർത്ഥിക്കൂ കേട്ടോ. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.